പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ അല്ല പൊന്നെ കൽബ് വേദന എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ ഇങ്ങൾ ട്രോളിക്കോ അശു എന്ത് രസാ ബാസിമോളെ നീ ഇങ്ങനെ പുളി തിന്ന് നിൽക്കാണ്ട് അടുത്ത ഇന്റർവ്യൂവിന് പോണ്ടതാ. നോക്കിയാ എനിക്ക് ഇടാ ഒരു ഷർട്ടും പാൻറ്റും ഇല്ലേ. നീ ആ യൂട്യൂബിൽ കിടന്ന് തുള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല പൊന്നു തയ്യും കളിച്ചിട്ട്. ഈ സാക്ഷിക്കാട് ഒരു കാര്യേ ഷൂ മനുഷ്യന് പുള്ളി ഞാൻ സമ്മതിക്കില്ല. നീ വന്നേടി വന്നത് ആ ഇന്റർവ്യൂവിന് പോയിട്ട് വേണം ഷോപ്പിങ്ങിന് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഈ വന്നെങ്കിട് പുളി തിന്നാണ്ട്. ഇന്റർവ്യൂനൊന്നും ഞാനില്ല, കൊണ്ടുപോയിട്ട് ഇനി എന്നെ മറ്റേ കോൽക്കളി കളിക്കാനല്ലേ പോടുന്നു. അയ്യോ ഈശ്വരന്മാരെ ഒന്ന് സ്ലിപ്പായിടോ. സുന്ദരിയായിട്ടുണ്ടോ ബാസി? കഴിഞ്ഞില്ലേ നിന്റെ മേക്കപ്പ്? ഇതൊന്നും വെക്കണില്ലേ? നീ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതില്ല ഇതില്ല എന്നുള്ള കമന്റും എനിക്കുള്ള പേരും നീ കളഞ്ഞോ? എന്നാ അത് കൊണ്ട് വെക്കി. ഇക്ക ചിരട്ടൊന്നും വേണ്ട നോക്കി ഞാൻ ഡ്രസ്സ് ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞത് ഏൽപ്പിച്ചാണ്ടാ. സന്തോഷ വാർത്ത കിട്ടാ. ഞാനതിന് നിന്റെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലേ? എനിക്ക് വയറിനുള്ളിൽ അതിപുള്ളി പോലെ. എനിക്ക് തരാണ്ട് പഴങ്കഞ്ചിയും പണ്ടാടക്കുമ്പോ ആലോചിക്കണം ഒറ്റയ്ക്ക് തിന്നുമ്പോ. അല്ലെങ്കിൽ എനിക്ക് ഗർഭമുള്ള പോലെ ഗർഭ കട്ടൻ ചായയും പാൽച്ചായും കുടിച്ചിട്ട് ഇതുവരെ ആൾക്കാർ ഗർഭിണിയായ ചരിത്രമൊന്നും ഞാൻ കേട്ടില്ല. അതൊന്നും അറിയില്ല. ഇക്കന്നെ ഉത്തരവാദി. ഇക്കല്ല എന്റെ കൂടെ ഉള്ളത്. ആ പിന്നെ എന്തെങ്ങനെ പറയുന്നത്? എന്തുട്ടാ പറയണ? ആ എനിക്ക് ഗർഭുണ്ട്. ഇനിയിപ്പോ ഈ കോൽക്കളി കഴിച്ചു അങ്ങനെ അറിയില്ല. വന്ന ഇന്റർവ്യൂവിന് വന്ന നീ അമാശ കളിക്കാണ്ട് സാക്ഷിക്ക് പിടിച്ചൂലേ, ഞാൻ പറ്റിച്ചതാ. സാക്ഷിക്ക് അങ്ങട് വല്ലാണ്ട് ഇല്ലാണ്ടായി പോയേ. കളിച്ചോ ഒന്ന് സൈ കളിച്ചോ. പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ അല്ല പൊന്നെ കൽബ് വേദന എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ ഇങ്ങൾ ട്രോളിക്കോ